Health tips for every day, for everyone. From Dr. Mims. ഹലോ ഡോക്ടർ അങ്കിൾ, റംസാൻ ആശംസകൾ. ഓ ഇമ്രാൻ, സെയിം ടു യു. അല്ല, താൻ കണ്ണട ഉപയോഗിക്കാൻ തുടങ്ങിയോ? അതെ അങ്കിൾ, എനിക്ക് കാഴ്ചക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഡോക്ടറെ കാണിച്ചപ്പോൾ കണ്ണട ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു. എനിക്കാണെങ്കിൽ ഇത് ഇഷ്ടമല്ല, ആകെ ഒരു ഇറിറ്റേഷൻ. എങ്കിൽ തനിക്ക് ലാസിക് ശസ്ത്രക്രിയ ചെയ്താൽ മതിയായിരുന്നല്ലോ. എന്താണ് ഡോക്ടർ ഈ ലാസിക് ശസ്ത്രക്രിയ? വരൂ പറയാം. കണ്ണടയോ കോണ്ടാക്ട് ലെൻസോ ഉപയോഗിക്കാതെ കാഴ്ചശക്തി മെച്ചപ്പെടുത്താമെന്നതാണ് ലാസിക് ശസ്ത്രക്രിയയുടെ നേട്ടം. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ലാസിക് അഥവാ ലേസർ അസിസ്റ്റഡ് ഇൻസിറ്റു കെരാറ്റോ മില്യൂസിസ് എന്ന ശസ്ത്രക്രിയയിലൂടെ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന വെളിച്ചം കൃത്യമായി റെറ്റിനയിൽ കേന്ദ്രീകരിക്കുവാനും അതുവഴി കാഴ്ച കൂടുതൽ വ്യക്തമാക്കാനും നേത്രപടലത്തിന്റെ ഘടന പുനഃക്രമീകരിക്കാനും സാധിക്കും. ലേസറിന്റെ സഹായത്തോടെയാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത്. ഈ സർജറി വേദനാജനകമാണോ? അല്ല, ഇത് തികച്ചും വേദനരഹിത ശസ്ത്രക്രിയയാണ്. കൂടാതെ വെറും 15 മിനിറ്റ് കൊണ്ട് തന്നെ 2 കണ്ണിനും ശസ്ത്രക്രിയ ചെയ്യാവുന്നതുമാണ്. ഈ ശസ്ത്രക്രിയ എല്ലാവരിലും സാധ്യമാണോ ഡോക്ടർ? അല്ല, ലാസിക് ശസ്ത്രക്രിയ ചെയ്യുന്നതിന് മുമ്പ് ശസ്ത്രക്രിയ ചെയ്യാൻ മാത്രം ആരോഗ്യമുള്ളതാണോ കണ്ണുകൾ എന്ന് മനസ്സിലാക്കുന്നതിന് രോഗിയെ കർശനമായ നേത്ര പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതിൽ പല വിധത്തിലുള്ള പരിശോധനകൾ നടത്തും. ഇതിലെല്ലാം വിജയിക്കുന്നവർക്ക് മാത്രമേ ലാസിക് ശസ്ത്രക്രിയ നിർദ്ദേശിക്കുകയുള്ളൂ. തിമിരം, ഗ്ലോക്കോമ പോലുള്ള നേത്രരോഗങ്ങൾക്ക് ലാസിക് ചികിത്സ ഉപയോഗിക്കാറുണ്ടോ? ഇത് പലരിലുമുള്ളൊരു സംശയമാണ്. വ്യക്തമായി കാണുവാനുള്ള കഴിവിനെ മെച്ചപ്പെടുത്താനും കണ്ണടയെയും കോണ്ടാക്ട് ലെൻസിനെയും ആശ്രയിക്കേണ്ട അവസ്ഥ ഇല്ലാതാക്കുകയുമാണ് ലാസിക് സർജറിയുടെ ലക്ഷ്യം. തിമിരം, ഗ്ലോക്കോമ തുടങ്ങിയ മറ്റ് നേത്രരോഗങ്ങൾക്കുള്ള ചികിത്സയല്ല ഇത്. ഓ, എന്തായാലും ഇത് എനിക്കൊരു പുതിയ അറിവാണ്. ഞാൻ എന്തായാലും ഇതൊന്ന് ശ്രമിച്ചു നോക്കും. വളരെ നന്ദി ഡോക്ടർ മിംസ്. ഇതിന്റെ മറ്റൊരു ഗുണം എന്തെന്ന് വെച്ചാൽ ലാസിക് സർജറിക്ക് ശേഷമുള്ള തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ രോഗിക്ക് വായിക്കുക, TV കാണുക തുടങ്ങിയ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടാനാവും.